അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമ്പർ 1, വിജയമല്യ പാകിയ സ്വർണം എവിടെയാണ് എന്നതാണ്. രണ്ടാമത്തത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി മാനുവൽ ലംഘിച്ച് പൂജ നടത്താനുള്ള അനുവാദം ആരെങ്കിലും കൊടുത്തിരുന്നു? അതറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിയമ നടപടി എടുത്തില്ല എന്നാണ്. BJP യുവതീ പ്രവേശന വിഷയത്തിൽ കാണിച്ചൊരു ആവേശവും ആ പ്രതിഷേധത്തിൻ്റെ ഊർജ്ജമൊന്നും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന ഈ സമരത്തിലും പ്രതിഷേധത്തിലും കാണാതെ പോവുകയാണോ? അങ്ങനെ ഒരു ആവേശക്കുറവുണ്ടോ ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ? നമുക്ക് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണമാണ് BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ശ്രീ V മുരളീധരനാണെങ്കിലും പാർട്ടിയുടെ മറ്റ് സമുന്നതരായിട്ടുള്ള നേതാക്കളാണെങ്കിലും ഈ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യമാണ് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തന്നെയുമല്ല, ദേവസ്വം ആസ്ഥാനത്തേക്ക്, നന്ദൻകോടുള്ള ദേവസ്വം ആസ്ഥാനത്തേക്ക് അടുത്ത ദിവസങ്ങളിൽ BJPയുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങളും മാർച്ചുകളും നടക്കാനിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും കടകംപള്ളി സുരേന്ദ്രനെതിരെയും അതേപോലെ തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനെതിരെയും ക്രിമിനൽ കേസ് എടുക്കണമെന്നും ആണ് BJP ഇക്കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ ചർച്ചയിൽ ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാനിതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഈ സമയത്ത് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി സംസാരിക്കുന്നതിലുടനീളം അദ്ദേഹം പറയാൻ ശ്രമിച്ചത് അവിടെ യാതൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തുനിന്നുള്ള യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ മാത്രം നടന്നിട്ടുള്ള എന്തോ ഒരു തിരിമറിയാണത്. അതിനെ അത്ര ഗൗരവത്തിൽ എടുക്കേണ്ടതില്ലെന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു അവതരണമാണ് അദ്ദേഹം നടത്തിയത്. എന്നാൽ ഏറ്റവും ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വിശ്വാസവഞ്ചനയാണ്. മൈനറായിട്ടുള്ള ദേവന്റെ സ്വത്തുവകകൾ നോക്കി നടത്താൻ, മാനേജ് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം കൃത്യവിലോപം കൊണ്ട്, ഗുരുതരമായിട്ടുള്ള വീഴ്ച കൊണ്ട്, അനാസ്ഥ കൊണ്ട് ആ സ്വത്തുവകകൾ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വേലി തന്നെ വിളവ് തിന്നുന്ന, നോട്ടക്കാരൻ തന്നെ കൊള്ള നടത്തുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ സ്വത്തുവകകൾ എന്ന് പറയുന്നത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ഭക്തി കൊണ്ട് സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളാണ്. അത് നോക്കി നടത്തുകയും മാനേജ് ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ള ഗൗരവമുള്ള ഉത്തരവാദിത്തമാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇത് നോക്കി നടത്താൻ പറ്റുന്നില്ലെങ്കിൽ, ഇവരുടെ കണ്ണിന് മുന്നിൽ നിന്ന് ഈ സ്വർണം എവിടെയോ അപ്രത്യക്ഷ പോയിട്ടുണ്ടെങ്കിൽ ഈ സംവിധാനത്തിന് തുടരാൻ എന്ത് അർഹതയാണുള്ളത്? എന്തിനാണ് ഇതിനൊരു ദേവസ്വം ബോർഡ്? എന്തിനാണ് അതിന് മുകളിലൊരു മന്ത്രാലയം? എന്തിനാണ് ആ വകുപ്പിനൊരു മന്ത്രി? ഇത്രയും കാലമായിട്ട് 2019 നഷ്ടപ്പെട്ട സ്വർണത്തെ പറ്റി ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് 2025 അതിൻ്റെ രേഖകൾ വിളിച്ചു വരുത്തുന്നത് വരെ ഈ ദേവസ്വം ബോർഡോ അതിൻ്റെ പ്രസിഡന്റോ അതിൻ്റെ മന്ത്രിയോ അറിഞ്ഞിട്ട് പോലും ഇല്ലെങ്കിൽ ഇവർക്ക് ഈ സ്ഥാനത്ത് തുടരാൻ എന്ത് അധികാരമാണുള്ളതെന്നുള്ള ചോദ്യമുണ്ട്. ഇവിടുത്തെ പ്രശ്നം നോക്കൂ. 1999 വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി സ്വന്തം നിലയിൽ ശബരിമലയിലെ ശ്രീകോവിൽ സ്വർണം പൊതിയാണ് ചെയ്യുന്നത്. ഗോൾഡ് ക്ലാഡിംഗ് ആണ്, ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല. ഈ സ്വർണം പൊതിയുന്നതും സ്വർണം പൂശുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെമ്പ് പാളികൾക്ക് മേലെ ഇലക്ട്രോ പ്ലേറ്റിംഗ് ചെയ്യുന്ന തരത്തിൽ ചെയ്യുന്നത്. ഇപ്പോൾ 2019 ചെയ്തത് അതാണ്. എന്നാൽ 1999 വിജയ് മല്യ ചെയ്തത് എന്താണ്? ചെമ്പിൻ്റെ പാളികൾ, അതായത് മോൾഡ് ഉണ്ടാക്കിയിട്ട് ആ മോൾഡിന് മുകളിൽ കനം കുറഞ്ഞ സ്വർണ്ണ തകിടുകൾ പൊതിയുന്ന പ്രക്രിയയാണ്. ഗോൾഡ് ക്ലാഡിംഗ് ആണ്. ഏതാണ്ട് 30.18 കിലോ സ്വർണമാണ്, 30 കിലോ സ്വർണമാണ് ഈ പറയുന്ന ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിയലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അന്ന് വിജയ് മല്യയ്ക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം പൊതിയലിന്റെ മേൽനോട്ടം നിർവഹിക്കുകയും ഇവിടെ വന്ന് ഇത് പരിശോധന നടത്തുകയൊക്കെ ചെയ്തിരുന്നത് സെന്തിൽനാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു വിദഗ്ധനും ഒരു അസിസ്റ്റന്റുമാണ്. ആ സെന്തിൽനാഥ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുള്ളത് 30 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ടാണ് ശ്രീകോവിലിന്റെ മൊത്തം പൊതിയൽ നടത്തിയിട്ടുള്ളത്. അതിൽ ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ വേണ്ടി 2.5 കിലോ സ്വർണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 1999 തന്നെ 2.5 കിലോ സ്വർണം ഉപയോഗിച്ചുകൊണ്ട് സ്വർണം പൊതിഞ്ഞിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ അത് ചെമ്പാണെന്നും അത് രണ്ടാമത് സ്വർണം പൊതിയണമെന്നും പറഞ്ഞുകൊണ്ട് 2019 ഒരു ഉത്തരവിറക്കുന്നു. ഓൾറെഡി 20 കൊല്ലം മുമ്പ് സ്വർണം പൊതിഞ്ഞിട്ടുള്ള സാധനം രണ്ടാമത് സ്വർണം പൂശണം എന്ന് പറഞ്ഞ് ഒരു ഉത്തരവിറക്കുകയും തൊഴിലാളി തന്നെ വന്നിട്ടുണ്ട്. 800 ഗ്രാം മാത്രമാണ് പൂശിയിരിക്കുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്ന മൊഴി.
ശരി, അങ്ങനെ പലതരത്തിൽ മൊഴികൾ ഉണ്ടെങ്കിൽ എന്താണ് വേണ്ടത്? ഈ കാര്യത്തിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 17-ം തീയതിയിലെ ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് 2 ദിവസങ്ങളിലായിട്ടാണ് ഈ പറയുന്ന സംഗതികൾ കൊടുത്തുവിടുന്നത്. ഒന്ന് 19/7/2019 പിന്നെ രണ്ടാമത്തെ ഭാഗം കൊടുക്കുന്നത് 20/7/2019. അതായത് 2 ഭാഗങ്ങളായിട്ട് അഴിച്ചെടുത്ത് 42.5 കിലോയോളം ഭാരം വരുന്ന സംഗതി ആദ്യം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ 25.400 ഗ്രാം തൂക്കം വരുന്നത് അഴിച്ചു കൊടുക്കുന്നു. അടുത്ത ദിവസം ഈ പീഠങ്ങൾ അത് 17.400 ഗ്രാം അഴിച്ചു കൊടുക്കുന്നു. 42.5 കിലോ ആയിരുന്നു ആകെ തൂക്കം. ഇയാൾ 1 മാസവും 10 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. അത്രയും കാലം ഇയാളുടെ പ്രൈവറ്റ് പൊസിഷനിലാണ്. ദേവസ്വത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇദ്ദേഹത്തെ അനുഗമിച്ചിട്ടില്ല. അവിടെ ചെന്നിട്ട് തൂക്കുന്ന ഘട്ടത്തിൽ എന്താണ് 4.5 കിലോന്റെ വ്യത്യാസം ഉണ്ടാകുന്നു. എന്നാൽ പിന്നീട് പുറത്തു വരുന്നത് എന്താണ്? ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള സംഗതികളെ അല്ല അവിടെ എത്തിച്ചത്. അവിടെ വിനീത് ജെയിൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള മറ്റൊരു വ്യവസായിയോട് ശബരിമലയിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വന്തം ചിലവിൽ ഹൈദരാബാദിൽ പുതിയ ചെമ്പുപാളികൾ ഉണ്ടാക്കുന്നു. ആ ചെമ്പുപാളികളാണ് ഈ ചെന്നൈയിലെ സ്മാർട്ട് ക്രാഫ്റ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നതും ഈ പുതിയ ചെമ്പുപാളികളാണ് സ്വർണം പൊതിയുകയും ചെയ്യുന്നത്. അങ്ങനെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളാണ് 2019 തിരിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. 2019 തിരിച്ചു കൊണ്ടുവന്ന സമയത്ത് ഇത് അളന്നിട്ടില്ല, ഇത് തൂക്കി നോക്കിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ 3-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോപമാണ് നടന്നു. രണ്ടാമത് മടക്കിക്കൊന്ന ഐറ്റംസ് അളന്നു നോക്കിയിട്ടേ ഇല്ല. മാത്രമല്ല ഗോൾഡ് ക്ലാഡഡ് ആയിട്ടുള്ള ഐറ്റംസിനെ പർപ്പസ്ഫുള്ളി മഹസറുകളിലും ദേവസ്വം രേഖകളിലും കോപ്പർ പ്ലേറ്റ്സ് എന്ന് തെറ്റായി വിവക്ഷിച്ചു. സ്വർണം പൊതിഞ്ഞിട്ടുള്ള സംഗതികളെ ചെമ്പാണ് എന്ന പ്രതീതി ബോധപൂർവം ജനിപ്പിക്കാൻ വേണ്ടി രേഖകളിൽ പോലും അങ്ങനത്തെ തട്ടിപ്പ് എഴുതി വെച്ചു. ഇവിടുത്തെ ചോദ്യം, ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഈ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞിട്ടുള്ള ആ പാളികൾ എവിടെ പോയി? അതിൽ 800 ഗ്രാം ആണെങ്കിലും അതിൽ 2.5 കിലോ ആണെങ്കിലും അല്ല ഇനി 500 കിലോ ആണെങ്കിലും അത് അയ്യപ്പന്റെ സ്വത്തല്ലേ, അയ്യപ്പന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള നിധിയല്ലേ, അത് സംരക്ഷിക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇതെങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോലും അനുഗമിക്കാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വിവാദ ദല്ലാളിന് സ്വന്തം നിലയിൽ ഇവിടുന്ന് കയ്യേറ്റി വാങ്ങാനും സ്വന്തം നിലയിൽ കൊണ്ടുപോയി മരാമത്ത് നടത്താനും സ്വന്തം നിലയിൽ തിരിച്ചു കൊടുന്ന് ഏൽപ്പിക്കാനും സാധിക്കുന്നു? ഇവിടെ ഒരു ചിട്ടവട്ടങ്ങളോ യാതൊരു തരത്തിലുള്ള കീഴ്വഴക്കങ്ങളോ പാലിച്ചിട്ടില്ല എന്നുള്ളതല്ലേ ഇത് കാണിക്കുന്നത്. എന്നിട്ട് ഈ കാര്യം ഇത് തിരിച്ചു കൊണ്ടുവന്നിട്ട് 2019 വന്ന സമയത്ത് ഇതിന്റെ പീഠത്തിന്റെ ബേസിൽ ഇത് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അളവിലും തൂക്കത്തിലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പീഠം വേണ്ടാന്ന് വെച്ചു. ആ പീഠം എവിടെയാണ് ഇപ്പോഴാണ് അന്വേഷിക്കുന്നത്. പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ടാവും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത്. അവസാനം തെരഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത്. മറ്റേ പുതുക്കിയിട്ടുള്ള ചെമ്പുപാളിയുടെ മേലെ സ്വർണം പൊതിഞ്ഞിട്ടുള്ള സംഗതിയാണ് ഈ 2019 2019 സംഭവിച്ചൊരു വീഴ്ചയ്ക്ക് 2021 അധികാരത്തിൽ വരുന്ന പിണറായി സർക്കാരിന് ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും എന്തിനാണ് രാജിവെക്കുന്നത്? 2019 ആരായിരുന്നു ഭരിച്ചിരുന്നത്? പിണറായി വിജയന്റെ സർക്കാർ തന്നെയല്ലേ ഭരിച്ചിരുന്നത്. ഈ ദേവസ്വം സിസ്റ്റം ഇൻ പെർപെച്യൂറ്റി ആണ്. അല്ല സാർ, ഞാൻ അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്കെതിരെ നടപടി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കടകംപള്ളിക്ക് അന്നത്തെ ദേവസ്വത്തിന്റെ പ്രസിഡന്റിനെതിരെ നടപടി വേണ്ടേ? ഇവിടെ ഈ കാര്യത്തിൽ കാര്യമില്ലല്ലോ. ഇപ്പോൾ 2025 സെപ്റ്റംബറിന് ശേഷം എല്ലാ മാനുവലും പാലിച്ചുകൊണ്ടാണ് ഈ സ്വർണം കൊണ്ടുപോയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. അയാളോട് നേരിട്ട് ചെന്നൈ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അക്കാര്യങ്ങളൊക്കെ ഉണ്ട്, കൃത്യമായ കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ആകെ ഒരു വീഴ്ച സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നതാണ്. വിജിലൻസ് അല്ല, ഇത് ദേവസ്വം വിജിലൻസ് എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ ദേവസ്വം വിജിലൻസിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാനും അതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അധികാരമേ ഉള്ളൂ. അതല്ലാതെ പോലീസ് സംവിധാനത്തിലെ വിജിലൻസിനെ പോലെ FIR ഇടാനോ കേസെടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഉള്ള സംവിധാനമില്ല. അങ്ങനത്തെ ഒരു ടൂത്ത്ലെസ് ടൈഗർ ആണോ ഇത്രയും ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തു വന്ന സാഹചര്യത്തിലും ഇതിന്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്? അതോ ഇവിടെ FIR ഇട്ടിട്ട് കൃത്യമായിട്ടുള്ള തെഫ്റ്റിന്, ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷന് കേസ് എടുത്തിട്ട് ഈ ആളുകളെല്ലാം പ്രതിയാക്കിയിട്ട് ഇവർക്കെതിരെ അറസ്റ്റ് നടന്നു എന്നുള്ളത് അറിയണം. അതിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളുടെ ശേഖരണമല്ലേ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ശങ്കുട്ടിദാസിന് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല, ഇവിടെ ഇരിക്കുന്ന UDF പ്രതിനിധിക്ക് പറയാൻ കഴിയില്ല എത്രയാണ് വിജയമല്യ പാകിയ സ്വർണം. അത് പല കണക്കുകളാണുള്ളത്. ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ ഇനി അത് കണ്ടെത്തിയാലേ മനസ്സിലാവൂ. അപ്പോൾ അതിൽ സ്വർണ്ണത്തിന് കളവ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലും ഇനിയും നമുക്ക് സ്ഥാപിക്കാനായിട്ടില്ല. ശങ്കുട്ടിദാസ് സാർ, ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള സ്വർണ്ണപ്പാളികളല്ല മടക്കി കൊണ്ടുവന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമാണോ? അതും വ്യക്തമല്ല. അതിലും വ്യക്തത കുറവുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അത് തന്നെയാണ് താൻ കൊണ്ടുപോയത്, താൻ ആ പാളി മാറ്റിയിട്ടില്ല എന്ന് പറയുന്നു. ഇനി അതിലെല്ലാം ഈ ദേവസ്വം വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടന്നതിന് ശേഷം മാത്രമല്ലേ മോഷണം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവൂ. നമുക്ക് കാത്തിരിക്കാം ഒരു നിമിഷം.
Debate with Dr. Arun Kumar.